മെയ് 21 ബുധനാഴ്ച. യോഹന്നാൻ 15 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും ചിത്രം ഉപയോഗിക്കുന്നു. നമുക്ക് സുപരിചിതമായൊരു ഉപമയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, താൻ യഥാർത്ഥ മുന്തിരിവള്ളിയാണെന്നും തൻ്റെ പിതാവ് മുന്തിരിവള്ളി വളർത്തുന്നവനാണെന്നും. തൻ്റെ പിതാവ് മുന്തിരിവള്ളി വളർത്തുന്നയാളാണെങ്കിൽ നല്ല നിലവാരമുള്ള വീഞ്ഞ് ഉണ്ടാക്കുന്ന നല്ല മുന്തിരി വളർത്തുന്നതിന് ഉത്തരവാദിയും ആണ്. മുന്തിരി വളർത്തുന്നയാൾ നമ്മെ പ്രൂൺ ചെയ്യും, അല്ലെങ്കിൽ വെട്ടി മുറിക്കുമെന്നും യേശു പറയുന്നു. ഇത് വേദനാജനകമാണെന്ന് തോന്നുമെങ്കിലും ഈ വെട്ടിമുറിക്കൽ നമുക്ക് കൂടുതൽ ഫലം കായ്ക്കാൻ സഹായകമാകും. എന്നാലും ആരാണ് പ്രൂൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കിഷ്ടമാണോ അത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെട്ടിമുറിക്കൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. സാധാരണയായി വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടവും വേദനയും അതുണ്ടാക്കുന്നു. നമ്മളെ വെറുതെ വിട്ടേക്കൂ എന്നാണ് പറയാനാണ് ഇഷ്ടം. അതേസമയം നമ്മെ പ്രൂൺ ചെയ്യുന്നില്ല എങ്കിൽ, വെട്ടിമുറിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ അനന്തരഫലം നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നതാണ്. ജീവിതം എപ്പോഴും നമ്മെ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഇഷ്ടമില്ല എങ്കിലും, വേദനാജനകമാണെങ്കിലും. എന്നാൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ വെട്ടിയൊതുക്കൽ പുതിയതും വ്യത്യസ്തവുമായ രീതിയിൽ ഫലം കായ്ക്കാൻ നമ്മെ പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രൂണിങ്ങിലൂടെ ഉണ്ടായ പുതിയ ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ വളർന്ന് മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെ അത് മാറ്റിയിരിക്കും. മുന്തിരിവള്ളികൾ വെട്ടിയൊതുക്കേണ്ട സമയം ഏതാണെന്ന് മുന്തിരിവള്ളി നടുന്ന ആളിന് തിരിച്ചറിയാം. അത് വെട്ടിയൊതുക്കുമ്പോൾ മെച്ചപ്പെട്ട ഫലം തരുമെന്നും അയാൾ മനസ്സിലാക്കുന്നു. നമ്മളാവുന്ന മുന്തിരിവള്ളിയെ നട്ട ആളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് നന്മയും സന്തോഷവും സമൃദ്ധമായ ഫലവും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയാണ്, വെട്ടിയൊതുക്കപ്പെടുന്നതിൻ്റെ വേദന അത് ഇല്ലാതാക്കുന്നില്ല. മുറിക്കപ്പെടുക എന്നത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും മുന്തിരി നട്ട ആളെ വിശ്വസിക്കുകയും വെട്ടിയൊതുക്കുന്നതിലൂടെ നമുക്കുണ്ടാകുമെന്ന് കരുതുന്ന വളർച്ചയും സമൃദ്ധിയും അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഫലം കായ്ക്കാൻ ഇടവരുത്തും. പ്രിയപ്പെട്ടവരെ, ഇന്നും എപ്പോഴും നമ്മുടെ മുന്തിരി വളർത്തുന്നയാളെ നമുക്ക് വിശ്വസിക്കാം. അവൻ നമുക്ക് ഏറ്റവും നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ നമ്മെ സൗമ്യമായും സ്നേഹത്തോടെയും വെട്ടിയൊതുക്കും. ഫലം കായ്ക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വം നൽകുന്നു. നമ്മൾ വളരെ കാലമായി ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷെ പലപ്പോഴും പേരിൽ മാത്രം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളികളാണോ അല്ലയോ എന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.